നമസ്കാരം. സിട്രോൻ ഒരു വളരെ മികച്ച ഒരു വാഹന നിർമ്മാണ കമ്പനിയാണ്. അവരുടെ സസ്പെൻഷൻ മികവും അതുമാത്രമല്ല മെക്കാനിക്കലി വളരെ നല്ല വാഹനങ്ങളാണ് അവർ ഇന്ത്യൻ മാർക്കറ്റിൽ കൊണ്ടുവരുന്നത്. എക്സ്പെഷ്യലി അവരുടെ എൻജിൻ, സസ്പെൻഷൻ, ഗിയർ ബോക്സ്. പക്ഷേ എന്തുകൊണ്ടെന്നോ കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേഷൻ അല്ലെങ്കിൽ മാർക്കറ്റിംഗ്, ആവശ്യമുള്ള ഫീച്ചേഴ്സ് ഇതൊന്നും കൊടുക്കുന്നില്ല. ഒരു വാഹനം അങ്ങോട്ട് അനൗൺസ് ചെയ്യും, പിന്നെ അത് കഴിഞ്ഞിട്ട് യാതൊരുവിധ അറിവുമില്ല. പിന്നെ ആൾക്കാർ മറന്നതിന് ശേഷം ഇടയ്ക്കെപ്പോഴോ ആ ഒരു വാഹനം ലോഞ്ച് ചെയ്യും. ഇപ്പം C3 X അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല ബസാൾട്ട് വളരെ നല്ല വാഹനമാണ്, അതും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രൈസിംഗ് ഒക്കെ വളരെ അഗ്രസീവാണ്. ഇപ്പോൾ സിട്രോൻ്റെ എയർക്രോസ് C3 എയർക്രോസ് എന്നായിരുന്നു പേര്. ഇപ്പോൾ C3 ഇല്ല, എയർക്രോസ് എന്ന് പറയുന്ന വാഹനത്തിൻ്റെ X എന്ന് പറയുന്ന വേർഷൻ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രീ ബുക്കിംഗ് ഒക്കെ 2025 സെപ്റ്റംബർ 16 സ്റ്റാർട്ട് ചെയ്തതാണ്. ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൾ ന്യൂ സിട്രോയിൻ എയർക്രോസ് എക്സിനെ കുറിച്ചിട്ടാണ്. മികച്ച സസ്പെൻഷൻ, നല്ല കംഫർട്ട്, നല്ല സ്പേസ്, അത് മാത്രമല്ല മെക്കാനിക്കലി വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു വാഹനമാണ്. എൻജിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് ഇവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗും നമ്മുടെ ചെറിയ ചെറിയ കോണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരേ ഒരു പേടി, ഈ ഒരു വാഹനം എടുക്കണമോ വേണ്ടയോ, അല്ലെങ്കിൽ സിട്രോയിൻ്റെ വാഹനങ്ങളൊക്കെ അതിലേക്ക് പോകണമോ എന്ന് പേടിച്ച് നിൽക്കുന്ന ആളുകൾ ഒറ്റ കാര്യത്തിലേ ഉള്ളൂ: കമ്പനി പൂട്ടിപ്പോകുമോ അല്ലെങ്കിൽ കമ്പനി നിർത്തിപ്പോകുമോ എന്നുള്ളതാണ്. നിർത്തിപ്പോകുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ജീപ്പിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു വാഹന നിർമ്മാതാവാണ്, അല്ലെങ്കിൽ സ്കെല്ലാൻഡിസിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു വാഹന നിർമ്മാതാവാണ്. ഇപ്പോൾ ഫിയറ്റിനാണെങ്കിൽ പോലും ഇപ്പോഴും ജീപ്പ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സിട്രോൻ അങ്ങനെയൊന്നും നിർത്തിപ്പോകും എന്ന് തോന്നുന്നില്ല, കാരണം അവർക്ക് ബൃഹത്തായൊരു പ്ലാനുണ്ട്. നമുക്ക് കാര്യത്തിലേക്ക് വരാം. എയർക്രോസ് എക്സ് എന്ന് പറയുന്ന വാഹനത്തെ നമ്മൾ അടുത്ത് കാണുമ്പോൾ ഇപ്പം ഇന്ത്യക്കാർക്ക് വേണ്ടത് എന്താണ്? ഇന്ത്യക്കാർക്ക് കുറച്ച് ഫാൻസി ഫീച്ചേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു മലയാളീസാണ് കുറച്ചും കൂടെയൊക്കെ വാഹനങ്ങളെ കുറച്ച് അഗ്രസീവായിട്ട് നോക്കുന്നതും അതിൻ്റെ മെക്കാനിക്കൽ സൈഡ് നോക്കുന്നതും. മലയാളീസ് മാത്രമല്ല, നോർത്ത് ഇന്ത്യൻസ് ഒക്കെ നോക്കുന്നുണ്ട്. മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇന്ത്യൻസ്, പാൻ ഇന്ത്യ നോക്കുമ്പോഴത്തേക്കും ഇന്ത്യൻസിന് കുറച്ച് ഫാൻസി ഫീച്ചേഴ്സ് വേണം. ഇപ്പോൾ സൺറൂഫ് ഇല്ല എന്ന കാരണത്താൽ തന്നെ നല്ലൊരു വാഹനത്തെ റിജക്റ്റ് ചെയ്ത പലരെയും എനിക്കറിയാം. ഇവിടെ എക്സ്റ്റീരിയറിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. ഇൻറ്റീരിയറിലേക്ക് നോക്കുമ്പോഴത്തേക്കും വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസമില്ല. ആ സെയിം ബമ്പർ, സെയിം ഗ്രില്ല്, 17 ഇഞ്ചിൻ്റെ സെയിം ടയർ പ്രൊഫൈൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. പുതിയൊരു ഗ്രീൻ എന്ന് പറയുന്നൊരു കളർ വന്നിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അത് എക്സ്റ്റീരിയറിന് വേണ്ടി എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണം എന്നുള്ള രീതിക്ക് കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ. മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും ആ പഴയ ജിമ്നിയിലൊക്കെ കാണുന്ന, ഓൾട്ടോയിലൊക്കെ കാണുന്ന ആ രീതിയിലുള്ള ഒരു ഫ്ലിപ്പ് ഡോർ ഹാൻഡിൽസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ പ്രൈസിംഗ് എന്ന് പറയുന്നത് അഗ്രസീവാണ്. എനിക്ക് തോന്നുന്നു സിട്രോയിൻ എന്ന് പറയുന്ന വാഹന നിർമ്മാതാവ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് വലിയ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ഡോറ് തുറന്ന് കയറിയാൽ മതിയല്ലോ, അതിന് ഇതൊക്കെ മതി എന്നുള്ളതാണ്. ഇപ്പം ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് പല ആളുകൾക്കും വരുന്നുണ്ട്. കാരണം കാണുന്ന സമയത്ത് വളരെ ഭംഗിയുള്ളതാണ്, എയറോഡൈനാമിക് പ്രൊപ്പോർഷനേറ്റിനെ അല്ലെങ്കിൽ മൈലേജിനെയൊക്കെ ഇത്ര പെർസെൻറ്റേജ് എൻഹാൻസ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞാൽ പോലും നമുക്ക് പ്രാക്ടിക്കലി ഉപയോഗിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കാരണം ഈ ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾ ഇത് എങ്ങനെയാണ് തുറക്കേണ്ടത്, എങ്ങനെയാണ്, എന്നിട്ട് പറയുന്നുണ്ട് പഴയ ഡോർ ഹാൻഡിൽ ആയിരുന്നെങ്കിൽ മര്യാദയ്ക്ക് വണ്ടി തുറന്ന് കയറാമായിരുന്നു, ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ എക്സ്റ്റീരിയൽ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല. നമുക്ക് നേരെ ഇന്റീരിയറിലേക്ക് പോകാം. ഈ ഒരു വാഹനത്തിൻ്റെ ഇന്റീരിയറിലേക്ക് കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഡാഷ്ബോർഡിൻ്റെ ലേഔട്ട് മാറ്റി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. C3 ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ജസ്റ്റ് ഫീച്ചേഴ്സ് ആഡ് ചെയ്തു എന്നുള്ളതല്ലാതെ ലേഔട്ടൊന്നും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ ലേഔട്ട് വളരെ വൃത്തിയായിട്ട് മാറ്റിയെന്ന് പറയാം. പിന്നെ വൃത്തികേട് തോന്നുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്റ്റീരിയറിൽ എയർക്രോസ് എക്സ് എന്ന് പറയുന്ന ഒരു വലിയൊരു ബാഡ്ജിങ് ആണ്. അത് അങ്ങ് സ്യൂട്ടാകുന്നില്ല. ആ ഒരു വാഹനത്തിൻ്റെ ബാക്കിലേക്ക് നോക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി ചെറുതാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഭംഗിയായനെ. പിന്നെ ഇതൊക്കെ സബ്ജക്റ്റീവ് ആണല്ലോ, ഓരോ വ്യക്തികൾക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടാം, ചിലപ്പോൾ ഇഷ്ടപ്പെടാണ്ടിരിക്കാം. പേഴ്സണലി എനിക്ക് അത്രയും വലിയൊരു ബാഡ്ജിങ് വേണ്ട എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിരുന്നു. ഡാഷ്ബോർഡിൻ്റെ ടോപ്പ് എൻഡ് റീജിയനൊക്കെ കുറച്ച് ഹാർഡാണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള ഏരിയയൊക്കെ കുറച്ച് സോഫ്റ്റ് ടച്ച് ആണ്. ഒരു ബ്രൗണിഷ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. AC വെൻറ്റിൻ്റെ ക്വാളിറ്റി ഒക്കെ കുറച്ചും കൂടെ നന്നാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല ബട്ടൺസിൻ്റെ പ്ലേസ്മെൻറ്റ് അതിൽ ചേഞ്ച് ഒന്നും ഇല്ലെങ്കിൽ പോലും ക്വാളിറ്റിയിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ തോന്നുന്നുണ്ട്. പഴയ പ്ലാസ്റ്റിക് ക്വാളിറ്റിയേക്കാൾ കുറച്ചും കൂടെ ബെറ്റർ ആക്കി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കുറച്ച് പ്രീമിയമായിട്ട് തോന്നുന്നുണ്ട്. കുറച്ച് പ്രീമിയം എന്ന് പറയുന്നത് മുമ്പുണ്ടായിരുന്ന എയർക്രോസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഡാഷ്ബോർഡിന് കുറച്ചൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. കുറച്ച് ക്വാളിറ്റി ഉള്ളതുപോലെ നമുക്ക് തോന്നും. ഉള്ളതുപോലെയല്ല, യഥാർത്ഥത്തിൽ ഈ ഡാഷ്ബോർഡിനകത്തുള്ള ഓരോ മെറ്റീരിയലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. പക്ഷേ ചില ഭാഗങ്ങൾക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. അത് ബട്ടൺ ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലും AC വെൻറ്റിൻ്റെ നോബ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ക്വാളിറ്റിയൊക്കെ കുറച്ചും കൂടെ പ്രിസൈസ് ആയി മാറിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ പൊസിഷനിങ്ങിലും ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. സെയിം ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം തന്നെയാണ്, എന്നാൽ പോലും ആ ഒരു ചെറിയൊരു ഡിഫറൻസ് അല്ലെങ്കിൽ പൊസിഷനിലെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് വലിയൊരു മാറ്റം വന്നതുപോലെ നമുക്ക് തോന്നും എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു സെഗ്മെൻറ്റിലെ കോമ്പറ്റേറ്റേഴ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇവരുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, അതിൻ്റെ ക്യാമറ ക്ലാരിറ്റിയൊക്കെ കുറച്ച് പുറകിലാണെന്ന് അത് കൃത്യമായിട്ട് പറയേണ്ടതാണ്. അത് മാത്രമല്ല 360 ഡിഗ്രി ക്യാമറ ഒരു ഓപ്ഷനായിട്ട് ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന ബ്രൗണിഷ് ഫിനിഷ് എന്ന് പറയുന്നത് കുറച്ച് ഡാർക്കായിട്ട് എനിക്ക് തോന്നി. ബസാൾട്ട് അങ്ങനെയുള്ള വാഹനങ്ങളിൽ കുറച്ചും കൂടെ ലൈറ്റ് ആയിരുന്നു. പ്രധാനമായിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു പ്രൈസിങ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യത്തെ അനലൈസ് ചെയ്യേണ്ടത്. 10.1 ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കൂടാതെ തന്നെ 7 ഇഞ്ചിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ
ഫീച്ചറും വന്നിട്ടുണ്ട്. പക്ഷേ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് ഇപ്പോൾ കുറച്ച് വൃത്തിയായി എന്നുള്ളതാണ്. ഇതിന് മുമ്പുണ്ടായിരുന്ന വാഹനത്തിൽ ഇതിനൊരു സൈഡ് ബീഡിങ് പോലത്തെ സംഭവമൊക്കെ കൊടുത്തിട്ട് കുറച്ച് വൃത്തികേട് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറച്ചും കൂടെ ഒരു ഭംഗിയായിട്ട് തോന്നി. അതായത് ഒരു ഫ്രെയിംലെസ് എന്നുള്ള രീതിയിലേക്ക് അത് മാറി എന്നുള്ളതാണ്. വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റ് വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ലെതറൈറ്റ് സീറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല ക്രൂസ് കൺട്രോൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്കറിയാവുന്നതാണ്. അത് C3 മുതലുള്ള ഒരു അപ്ഡേഷൻ എന്നുള്ള രീതിക്ക് നമുക്ക് അതിനെ കാണാം. പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടൈപ്പ് സി ചാർജിങ് പോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് എത്ര വോട്ടിൻ്റെ ആണെന്നുള്ളത് പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല വോയിസ് അസിസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ ബസാൾട്ടിൽ ഉള്ള ആ ഒരു സെയിം സംഭവം തന്നെ ക്യാര എന്ന് പറയുന്ന സംഭവം ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം റെസ്പോൺസീവ് ആണ് എന്ന് തന്നെ പറയാം. 6 എയർ ബാഗ്, ABS വിത്ത് EBD, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ട്രാക്ഷൻ കൺട്രോൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സേഫ്റ്റിയുടെ സൈഡിൽ വന്നിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ടും സേഫ്റ്റി അപ്ഡേഷൻ എന്നുള്ള രീതിക്ക് ഞാൻ കാണുന്നത് ഡേ നൈറ്റ് ഡിമ്മിങ് IRVM ആണ്. അത് പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷനാണ്. ചില സമയങ്ങളിലൊക്കെ നമ്മൾ രാത്രിയിൽ വാഹനം ഓടിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇത് ഡിം ചെയ്യാനുള്ളൊരു സന്ദർഭം അല്ലെങ്കിൽ കൈയെടുത്ത് അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ മാനുവലി ചെയ്യാനുള്ളൊരു സന്ദർഭം പോലും നമുക്ക് കിട്ടില്ല. ഇത്തരത്തിലൊരു ഫീച്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും ഉപകാരപ്രദമാകുന്നുണ്ട്. കാരണം ഇപ്പോൾ ഉള്ള വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്യുന്ന ലൈറ്റിൻ്റെ പവർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. ഈ ഒരു വാഹനത്തിന് എന്തായാലും ഭാരത് എൻക്യാപ്പിൽ 5 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. അത് അഡൾട്ട് ഒക്യുപ്പൻസിയിലാണ്. പിന്നെ ചൈൽഡ് ഒക്യുപ്പൻസി പോയിന്റ്സ് എന്ന് പറയുന്നതും അതിലും നോക്കുമ്പോഴത്തേക്കും 4 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും സേഫ്റ്റി സൈഡിൽ ഈ ഒരു വാഹനം അത്യാവശ്യം കൊള്ളാവുന്ന ഒരു വാഹനം തന്നെയാണ്. വാഹനത്തിൽ പ്യൂർടെക്കിൻ്റെ 110 എന്ന് പറയുന്ന ആ ഒരു സെയിം എഞ്ചിൻ തന്നെയാണ് വന്നിട്ടുള്ളത്. 110 എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നതാണ് 110 PS പവർ വരുന്നുണ്ട്, 190 Nm ടോർക്ക് വരുന്നുണ്ട്. പിന്നെ 6 സ്പീഡ് ടോർക്ക് കൺട്രോൾഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. ആ ഒരു വാഹനത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 190 Nm ടോർക്കിന് പകരം 205 Nm ടോർക്കിലേക്ക് എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഈ ഒരു വാഹനം ടർബോ പെട്രോളാണ്, നമുക്ക് അറിയാവുന്നതാണ്. അത് കൂടാണ്ട് തന്നെ ഈ ഒരു വാഹനത്തിന് 83 PS പവറും 115 Nm ടോർക്കും ഉള്ള ഒരു നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനും കൂടിയുണ്ട്. ആ ഒരു എഞ്ചിൻ വെച്ച് വരുന്ന മോഡലിനാണ് ഈ ഇനീഷ്യൽ ആയിട്ടുള്ള ഏറ്റവും ബേസ് മോഡൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത്യാവശ്യം അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പ്രൈസിൽ നിലനിൽക്കുന്നത്. മോശം എഞ്ചിൻ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. സർവീസാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇവർക്ക് ഷോറൂമുകൾ പലയിടത്തും കുറവാണ്, സർവീസ് സെൻ്ററുകളും പലയിടത്തും കുറവാണ്. കാരണം നമ്മൾ വാഹനം എത്ര നല്ല വാഹനമാണെങ്കിൽ പോലും അതിനെ പരിപാലിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നല്ല രീതിക്ക് സർവീസ് കിട്ടിയാൽ അത് എത്ര പഴകിയ വാഹനമാണെന്നുണ്ടെങ്കിലും അത് പുതിയതുപോലെ നിലനിൽക്കും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നല്ല ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസോടെ വീണ്ടും കാണാം. തീർച്ചയായിട്ടും നല്ല വാഹനമാണ്, മികച്ച വാഹനമാണ്. സർവീസിൻ്റെ പോരായ്മ എന്ന് പറയുന്നത് സർവീസിൻ്റെ അവൈലബിലിറ്റി. ഈ ഒരു വാഹനം നിർത്തിപ്പോകുമോ എന്നൊന്നും നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത്യാവശ്യം നല്ല പ്ലാനുകളുമായിട്ടാണ് സിട്രോയിൻ ഇന്ത്യൻ മാർക്കറ്റിൽ നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും മറ്റ് പല ജാപ്പനീസ് കമ്പനികളും ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അവരുടെ അത്രയും പ്രശ്നം ഏതായാലും സിട്രോയിൻ ഇല്ല. സിട്രോയിൻ കുറച്ചുകൂടെയൊക്കെ മാർക്കറ്റ് ചെയ്താൽ നന്നായിരിക്കും. ഇപ്പോൾ C3യുടെ തന്നെ ഒരു അഡ്വർടൈസ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവർ കൃത്യമായിട്ട് ആ അഡ്വർടൈസ്മെൻറ്റിലൂടെ പറയാൻ ആഗ്രഹിച്ചത് ഈ ഒരു വാഹനത്തിൻ്റെ സസ്പെൻഷൻ തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നല്ല ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസോടെ വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.